നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന നിലവിലെ പശ്ചിമേഷ്യയിലെ സാഹചര്യത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇറാനും അമേരിക്കയും തമ്മിൽ നടപ്പിലാക്കിയിട്ടുള്ള ഒരു MOU ഉണ്ടായിരുന്നു. ആ ഒരു ഉടമ്പടി പ്രകാരം 14 ഇന നിർദ്ദേശങ്ങളാണ് മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. അതായത് പരസ്പരം ഇറാന്റെയും അമേരിക്കയുടെയും സഖ്യകക്ഷികളെ പരസ്പരം ആക്രമിക്കാത്ത രൂപത്തിലേക്ക് മുമ്പോട്ട് പോകുമെന്നും ഹോർമുസ് നിർബാധം തുറന്ന് കൊടുക്കുമെന്നും എന്ന രൂപത്തിലേക്കായിരുന്നു വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വർഷങ്ങൾക്ക് മുമ്പ് 1979 മുൻപ് തന്നെ ഇറാന്റെ ചില ആസ്തികൾ അമേരിക്കയിൽ ഫ്രീസ് ചെയ്ത് വെച്ച സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അത് തിരിച്ചു കൊടുക്കുമെന്നും യുദ്ധത്തിൽ ഉള്ള നഷ്ടം നികത്താൻ ചെറിയ രൂപത്തിലേക്കുള്ള സഹായങ്ങൾ പരസ്പരം കൈമാറാമെന്ന വിവിധമായ ധാരണകൾ ഉണ്ടായിരുന്നു. ഈ ധാരണ അടിസ്ഥാനത്തിൽ ആണ് ഉടമ്പടി ഒപ്പിടുകയുണ്ടായി. നമുക്കറിയാം, അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ നിലവിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതിനകത്ത് പരസ്പരം പറയണം, അമേരിക്കയുടെ സഖ്യകക്ഷികൾ എന്ന് പറയുമ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങൾ വരും, അതുപോലെ അവർ പ്രധാനപ്പെട്ട സഖ്യ രാജ്യമായ ഇസ്രായേലും വരും. ഇറാന്റെ ഭാഗത്ത് നിന്ന് അവർ സഖ്യകക്ഷിയായിട്ട് വരുന്നത് യമനിലെ ഹൂത്തി വിഭാഗങ്ങൾ, അതേപോലെ ലെബനാനിലെ ഹിസ്ബുള്ള അടക്കമുള്ള ആയിരുന്നു. പക്ഷേ ഈ കരാറ് ഒപ്പിട്ട് അതിന് ഭാഗമായിട്ട് അതിന് തുടർ ചർച്ചകൾ നിലവില് സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചിൽ വെച്ച് ആണ് ഇന്ന് നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. പക്ഷെ നിലവിലെ പ്രത്യേക സാഹചര്യത്തിൽ ഇന്ന് വെളുപ്പിന് ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങൾ, കാരണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് തെക്കൻ ലെബനാനിലേക്ക് ശക്തമായ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അത് ഇന്ന് വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് 18ഓളം പേര് കൊല്ലപ്പെടുകയും 33ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്കുള്ള എയർ സ്ട്രൈക്ക് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഘർഷം മൂർച്ഛിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്നുള്ള തിരിച്ചടിയിൽ 4ഓളം ഇസ്രായേൽ പട്ടാളക്കാർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നിലവിൽ ഈ സമാധാന കരാറുമായി ഒരു നിലക്കും അമേരിക്കയും ഇറാനും മുമ്പോട്ട് പോകരുത് എന്ന് ഇസ്രായേൽ വ്യക്തമായി ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോ അതിന്റെ ഭാഗമായിട്ടുള്ള ചില നീക്കങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ അടക്കം ഈ യുദ്ധത്തിലേക്ക് വലിച്ചിട്ടതിന് ശേഷം അവർ ആഗ്രഹിച്ച ഒരു ലക്ഷ്യത്തിലേക്ക് നേടാൻ പറ്റിയിട്ടില്ല. അമേരിക്കയുടെ ലക്ഷ്യം നടന്നില്ലെങ്കിൽ പോലും അപ്പോ ഹിസ്ബുള്ളയുടെ ശക്തി ക്ഷയിപ്പിക്കുക എന്നുള്ള ഒരു പ്രഖ്യാപിത ലക്ഷ്യം അവർക്കുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ടാണ് അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്വാഭാവികമായിട്ടും സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ ഇറാന്റെ ഈ ഉടമ്പടി പ്രകാരം ഈ ഉടമ്പടിയുടെ ഒരു ലംഘനം കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഉദാഹരണം, ഇറാന്റെ സഖ്യകക്ഷി എന്ന നിലക്ക് ലെബനാന്റെ ഭാഗമായിട്ടുള്ള ഹിസ്ബുള്ളയോ ആക്രമിക്കാൻ പാടില്ലെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇന്ന് സ്വാഭാവികമായിട്ട് ഇസ്രായേലിൽ അറിയാം, ഇതേപോലെ തെക്കൻ ലെബനാനിൽ കയറിയിട്ട് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ആക്രമണം അഴിച്ചുവിട്ടാൽ സ്വാഭാവികമായിട്ടും ഇറാൻ ഈ ഉടമ്പടിയുമായിട്ട് മുമ്പോട്ട് പോകുന്ന സാഹചര്യം ഇറാനിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇതിനൊരു വിലങ്ങുതടി വെക്കുന്ന രൂപത്തിലേക്കുള്ള നീക്കങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്തായാലും പശ്ചിമേഷ്യക്ക് മാത്രമല്ല, നാം അടക്കം അതിവേഗം യുദ്ധവിരാമം ഉണ്ടാകുമെന്നും ശാശ്വത സമാധാനത്തിലേക്ക് മിഡിൽ ഈസ്റ്റ് തിരിച്ചു വരുമെന്നും ആഗ്രഹിച്ചിരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടേക്കും നിരാശരാക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇസ്രായേലിന്റെ സെക്യൂരിറ്റി മിനിസ്റ്റർ അടക്കം ഇന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി, ഒരു കാരണവശാലും ലെബനാനെ പൂർണ്ണമായി കത്തിക്കുമെന്ന രൂപത്തിലേക്കാണ് അവരുടെ സെക്യൂരിറ്റി മിനിസ്റ്ററുടെ പ്രസ്താവന വന്നിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ സംഘർഷം ഏത് തരത്തിൽ പോകും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. അമേരിക്കയുടെ ഭാഗത്തു നിന്നും വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ ഭാഗത്തു നിന്ന് ശക്തമായിട്ട് താക്കീത് ഇന്ന് ഇസ്രായേൽ ഉണ്ടായിട്ടുണ്ടെന്ന് ശരി തന്നെയാണ്. എന്നാലും JD വാൻസിന്റെ താക്കീതിനെല്ലാം പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ മുമ്പോട്ട് പോകുമോ, അതല്ല അമേരിക്കയുടെ ശക്തമായ സമ്മർദ്ദത്തിന് വഴങ്ങി താൽക്കാലികമായിട്ട് അവര് അല്പം പിന്മാറുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നിന്നും കാത്തിരുന്ന് കാണേണ്ടതാണ്.